സ്റ്റോറികളെന്നൊക്കെ പറയുമ്പോൾ ഇന്നും പതിവുപോലെ രാഷ്ട്രീയ വിവാദങ്ങൾ ആഞ്ഞടിക്കേണ്ട ദിവസമാണെന്നാണ് തോന്നുന്നത്. കേരള ഹെഡിങ് ഉണ്ട്, ശബ്ദയുദ്ധം എന്നാണ് കേരളകൗമുദി ഇന്ന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. പ്രധാന വാർത്തയുടെ തലക്കെട്ട് ശബ്ദയുദ്ധം എന്ന് ഒരു ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കോളിളക്കങ്ങൾ. സാധാരണ ഒരു ചെറിയ ശബ്ദ സന്ദേശമാണ്, പക്ഷെ അതുണ്ടാക്കുന്ന കോളിളക്കങ്ങൾ അത്ര ചെറുതല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഓരോ ദിവസവും ഓരോന്നായിട്ടിങ്ങനെ മാറി 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 വരികയാണ്. മെനിഞ്ഞാന്ന് വരെ കിഫ്ബി ആയിരുന്നു, ഇന്നലെ ശബ്ദമായി, ഇന്ന് ശബ്ദമാണ്, നാളെ ഇനി എന്താകും അറിയില്ല. ഏതായാലും സ്വാഭാവികമായും നമ്മൾ തലക്കെട്ടുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ വിശദാംശങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ തന്നെയാണ് ആദ്യം. ഇന്നലെ പത്രികാ സമർപ്പണം പൂർത്തിയായി. 1,00,000 മുകളിൽ പത്രിക ഉണ്ടാകും എന്ന് നമ്മൾ രാവിലെ സ്വാഭാവികമായിട്ട് 1,00,000 മുകളിലേക്ക് പത്രികയുണ്ട്. സൂക്ഷ്മ പരിശോധന തിങ്കളാഴ്ച വരെ പിൻവലിക്കാനുള്ള സമയം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ശനി ഞായർ 2 ദിവസമാണ് ഇനി മുന്നണികളുടെ മുന്നിലുള്ളത്. റിബലുകളെ പിൻവലിപ്പിക്കണം. അതെ അതെ അതെ, ഇനി കാലുപിടുത്തമാണ് ഇനിയുള്ള 2 ദിവസം, 48 മണിക്കൂർ. അതാണ് അതിൽ ആ വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ 1,68,000 പത്രികകളാണ് സമർപ്പിച്ചിട്ടുള്ളത്. രാത്രി 9 വരെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള നാമനിർദ്ദേശ പത്രികകളുടെ എണ്ണം 1,68,028 ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 1,23,858 എണ്ണവും, ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് 14,195 എണ്ണവും, ജില്ലാ പഞ്ചായത്തുകളിലേക്ക് 2,830 പത്രികകളുമാണ് ലഭിച്ചത്. 22,798 നാമനിർദ്ദേശ പത്രികകളാണ് മുനിസിപ്പാലിറ്റികളിലേക്ക് ലഭിച്ചത്. 6 കോർപ്പറേഷനുകളിലേക്ക് 4,347 നാമനിർദ്ദേശ പത്രികകളും ലഭിച്ചു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 23. അപ്പോൾ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു, ഇനി പിൻവലിക്കൽ, അതുകൂടി കഴിഞ്ഞാൽ ചിത്രം വ്യക്തമാവുള്ളൂ. അതിന്റെ ഇടയിലുള്ള മൊത്തം 2 ദിവസം ഇനി ഈ പറഞ്ഞതുപോലെ നെട്ടോട്ടമാണ്. അത് കഴിഞ്ഞ് 23-ാം തീയതി ഇങ്ങോട്ട് കയറാൻ പാടില്ല എന്നൊക്കെയാണ് പാർട്ടികളുടെ ഭീഷണി. പക്ഷേ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ട്, ഒരു സംശയം വേണ്ട. റിബലുകളുടെ ഈരളി എൻ്റെ നാട്ടിലൊക്കെ അവിടെ റിബലുകളുടെ ബഹളമാണ്. പല വാർഡുകളിലും റിബലായിട്ട് മത്സരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഭാരവാഹികൾ വരെ പല സ്ഥലത്ത് റിബലാണ്. കുറേ വർഷമായിട്ട് കൗൺസിലർമാരായിട്ട് തോന്നുന്ന സീറ്റ് കൊടുത്തില്ല. എങ്കിൽ ഞാൻ മത്സരിക്കാം എന്ന് പറഞ്ഞ് പോയിട്ട് സ്വതന്ത്രമായിട്ട് പത്രിക കൊടുത്തിട്ടുണ്ട്, പലരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 1,50,000 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 19 വാർഡുകളിൽ LDFന് എതിരില്ല. നേരത്തെ പ്രതിപക്ഷമേയിലായിരുന്ന കണ്ണൂർ, ആന്തൂർ നഗരസഭയിലെ 6 വാർഡുകളിൽ LDFന് എതിരില്ല. ആരോപണങ്ങൾ പാളിപ്പോയതിന്റെ തെളിവാണിതെന്ന് LDF അവകാശപ്പെടുമ്പോൾ സ്ഥാനാർത്ഥികൾ ഭയന്നിട്ടാണ് പത്രിക നൽകാത്തത് എന്നാണ് UDFന്റെ പരാതി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോരാട്ട ചിത്രം തെളിയുമ്പോൾ സംസ്ഥാനത്തെ 19 വാർഡുകളിലാണ് LDF എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. പ്രവാസി വ്യവസായി സാജൻ പാറയലിന്റെ ആത്മഹത്യയെ തുടർന്ന് വാർത്തകളിൽ ഇടം പിടിച്ച ആന്തൂർ നഗരസഭയിലെ 6 വാർഡുകളിൽ LDFന് എതിരില്ല. എന്നാൽ എതിർ സ്ഥാനാർത്ഥി ഇല്ലാത്തത് സ്ഥാനാർത്ഥികളുടെ ജനപിന്തുണയുടെ തെളിവാണെന്നാണ് LDFന്റെ അവകാശവാദം. പത്രിക കൊടുക്കാൻ വേണ്ടിയിട്ട് പോലും ആളില്ലാത്ത നിലയിലേക്ക് ഈ നാട് മാറിയിരിക്കുകയാണ്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അത് കേരള സർക്കാർ ആയിക്കോട്ടെ, ആന്തൂർ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഈ 6 പേര് എതിരില്ലാതെ ജയിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. എന്നാൽ CPMന്റെ ഭീഷണിയെ തുടർന്നാണ് സ്ഥാനാർത്ഥികൾ പിൻവലിഞ്ഞതെന്നാണ് UDFന്റെ ആരോപണം. പല ആളുകളും സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഇനി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവരെ വീടുകളിൽ പോയി CPMമാർ ഭീഷണിപ്പെടുത്തി അവരെ പിൻവലിപ്പിക്കുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടായത് കാരണമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ പല വാർഡുകളിലും നോമിനേഷൻ തള്ളിപ്പോയി. ആന്തൂരിൽ മാത്രമല്ല, കണ്ണൂർ മലപ്പട്ടം പഞ്ചായത്തിൽ 5 LDFന് എതിരില്ല. കാങ്കോൽ, ആലപ്പടമ്പ പഞ്ചായത്തിൽ 2 വാർഡുകളിലും കയ്യൂർ, ചീമേനി പഞ്ചായത്തിലെ 1 വാർഡിലും ഇടത് സ്ഥാനാർത്ഥികൾ മാത്രമാണുള്ളത്. കോട്ടയം മലബാർ പഞ്ചായത്തിലെ 3-ാം വാർഡിലും തളിപ്പറമ്പ് നഗരസഭയിലെ കൂവോട് വാർഡിലും CPM സ്ഥാനാർത്ഥികൾ മാത്രം പത്രിക നൽകി. കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ പഞ്ചായത്തിലെ 3 സീറ്റിലും ഇടതിന് എതിരില്ല. ഇത്രയേറെ ആരോപണങ്ങൾ ഉയരുമ്പോഴും UDF സ്ഥാനാർത്ഥികളെ കണ്ടെത്താനാവാത്ത തകർച്ചയിലാണെന്ന് LDF പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ന്യൂസ് 18 കോഴിക്കോട്. അതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമുക്കറിയാം, ഈ പ്രവാസി വ്യവസായി ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ കുറച്ചു കാലം ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നൊരു നഗരസഭ കൂടിയാണ് ആന്തൂർ. അവിടെയാണ് ഇപ്പോൾ 6 വാർഡുകളിൽ LDFന് എതിരില്ല. അപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇവിടെ. അപ്പോൾ UDF പറയുന്നത് പേടിച്ചിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല എന്നാണ്. അവിടെ 5-6 വാർഡുകളിൽ BJP സ്ഥാനാർത്ഥികളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ എതിരാളികളില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഇലക്ഷന് മുമ്പേ മെമ്പർമാരായ 10-19 പേരുണ്ട് അവിടെ. നമുക്ക് അടുത്ത വാർത്തയിലോട്ട് പോയാൽ പരാതികളുടെ സംഭവമാണ്.
പരാതികൾ എല്ലാ തെരഞ്ഞെടുപ്പിനും ഉള്ളതാണ്. അത് ഈ തെരഞ്ഞെടുപ്പിന് സ്വാഭാവികം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസിന് ചില ജില്ലകളിൽ വേണ്ടത്ര പരിഗണന ലഭിച്ചില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ. തർക്ക സീറ്റുകളിൽ ചെറുപ്പക്കാർക്ക് പരിഗണന കിട്ടിയില്ലെന്നും ഷാഫി പറമ്പിൽ ന്യൂസ് 18നോട് പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടിയ അവസരങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വി ആർ ബെറ്റർ ഓഫ്. നല്ല അവസരങ്ങളാണ് തന്നിട്ടുള്ളത്. പിന്നെ പരിപൂർണമായിട്ടും തൃപ്തരാണെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ആയിരിക്കില്ലല്ലോ. ഇനിയും ചെറുപ്പക്കാർക്ക് കൂടുതൽ കൊടുക്കാമായിരുന്ന സീറ്റുകൾ ഉണ്ടായിരുന്നു. പിന്നെ ചെറുപ്പക്കാർ മത്സരിച്ചാൽ ഇപ്പോൾ ജയിക്കാത്ത പല സീറ്റുകളും ജയിക്കാവുന്ന അവസരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ടാണ് ഞാൻ പറയുന്നത്. താഴെത്തട്ടിൽ തർക്കം തീരാത്ത പ്രഖ്യാപിക്കാത്ത സീറ്റുകൾ മേൽസമിതികളിലേക്ക് വരുമ്പോൾ അവിടെ പാർട്ടി പ്രിഫർ ചെയ്യേണ്ടിരുന്നത് ചെറുപ്പക്കാരനെയായിരുന്നു. അവിടെ കാരണം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ മുമ്പിൽ ഒരു തുടക്കക്കാരൻ അതേപോലെ ആളുകൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് അയാളുടെ ഒരു പ്രാദേശിക വിജയമാണ്. പക്ഷെ അത്തരം കാര്യങ്ങളിൽ അവിടെ ആ ചെറുപ്പക്കാരനെ പരിഗണിക്കുന്നതിന് പകരം മുതിർന്ന ആളുകൾക്ക് അവസരം കൊടുത്ത ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് മറിച്ചായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് പാർട്ടി. കാലഘട്ടത്തിൽ ജനം ആവശ്യപ്പെടുന്ന അനുസരിച്ചുള്ള ആവശ്യപ്പെടുന്ന അനുസരിച്ചുള്ള തീരുമാനങ്ങളായി എടുക്കേണ്ടിയിരുന്നത്. ചില തീരുമാനങ്ങൾ എടുക്കുന്നതിനകത്ത് ഈ സമകാലികർക്ക് സംരക്ഷണം എന്നുള്ള പിന്നെ പോളിസി മുതിർന്ന മേൽസമിതികളിൽ തീരുമാനമെടുക്കുന്ന സമിതികളിലെ ആളുകൾ പലരും എടുത്തിട്ടുണ്ട്. പലരും ലാസ്റ്റ് ചാൻസിനാണ് പ്രിഫറൻസ് കൊടുത്തത്. ചിലയിടങ്ങളിൽ ഫസ്റ്റ് ചാൻസിനായിരുന്നു പ്രിഫറൻസ് കൊടുക്കേണ്ടിയിരുന്നത്. വിവരങ്ങളുമായി പ്രസാദാണ് ചേരുന്നത്. പ്രസാദ്, അദ്ദേഹം പറഞ്ഞതിൽ എടുത്തു പറയേണ്ട ഒരു വാചകമായിട്ട് എനിക്ക് വന്ന് ലാസ്റ്റ് ചാൻസിനാണ് പ്രിഫറൻസ് കൊടുത്തത്, ഫസ്റ്റ് ചാൻസിന് ആവേണ്ടിയിരുന്നു. എങ്ങനെയൊക്കെയാണ് അതിർത്തി പറയുന്നത്? ഗോപി, നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പാണ് യൂത്ത് കോൺഗ്രസിലെ 40% പേർക്ക് യുവാക്കൾക്ക് പരിഗണന കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഷാഫി പറമ്പിലും ശബരിനാഥും എല്ലാം തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തെ കണ്ടത്. അതിനു പുറമെ തന്നെ അവരെല്ലാം ജില്ലകളിലും DCC നേതൃത്വവുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ നേതൃത്വം യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ഒരുമിച്ച് തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിൽ പല ജില്ലകളിലും ചില ജില്ലകളിൽ പരിഗണന കിട്ടി. പക്ഷെ പല ജില്ലകളിലും വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല എന്നുള്ളതാണ് ഷാഫി പറമ്പിലിന്റെ ഒരു പരാതിയായി പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ പാലക്കാടൊക്കെ ഇത്തരത്തിൽ വലിയ തോതിലുള്ള പരാതി യൂത്ത് കോൺഗ്രസിനകത്തുണ്ട്. യൂത്ത് കോൺഗ്രസ് അർഹിച്ച പ്രാധാന്യം അർഹപ്പെട്ട പലർക്കും സീറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത്. ഈ ഗോപി പറഞ്ഞതുപോലെ ഈ ലാസ്റ്റ് ചാൻസിനാണ് പ്രിഫറൻസ് കൊടുത്തത് എന്നുള്ളതാണ്. അതായത് മത്സരിച്ച് 3, 4, 5 വട്ടമൊക്കെ ഉള്ള ആളുകൾക്ക് മുന്നിലാണ് ഒരു യുവാവിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യമായി പലയിടത്തും വന്നിട്ടുള്ളത്. പക്ഷെ അവിടെ യുവാവിന് പ്രാധാന്യം കൊടുത്തില്ല. അത് പറിച്ച് ഇനി അദ്ദേഹത്തിന് ഒരു ലാസ്റ്റ് ചാൻസ് അല്ല ഇനി എന്നുള്ള രീതിയിലാണ് പരിഗണിച്ചിട്ടുള്ളത്. പക്ഷെ അത് പാടില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഷാഫി തുറന്നു പറയുന്നത്. അതായത് ഇപ്പോൾ ഷാഫി പരാതി പറയുന്നു, അവർ തന്നെ പറയുന്നു നേരത്തെ എല്ലാ ജില്ലകളിലും പോയി നേതാക്കളുമായി കണ്ട് സംസാരിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി ഇന്നലെ അവസാനിച്ചു. ഈ വൈകിയ വേളയിൽ ഈ പരാതി പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, അതാണ് ഷാഫി പറയുന്നത്. അതായത് ഈ ഒരു അവസരത്തിൽ അത് കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനകത്തൊരു വിജയ സാധ്യതയെ ബാധിക്കുന്ന തരത്തിലേക്ക് ഒന്നും പോകുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ഒരു സമയത്തിന് ശേഷം ഈ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. കാരണം നേരത്തെ ലല്ലു തന്നെ പറയുന്ന പോലെ റിബലുകൾ അല്ലാതെ തന്നെ കോൺഗ്രസിനകത്ത് ഇപ്പൊ പാലക്കാട് നഗരസഭയിലും സമീപ പഞ്ചായത്തുകളും എല്ലാ ഇത്തരത്തിൽ സീറ്റ് കിട്ടാത്ത ആളുകൾ കോൺഗ്രസിലെ മുതിർന്ന ആളുകൾ ഉൾപ്പെടെ റിബലുകളായി മത്സരിക്കുന്നു. എന്തായാലും യൂത്ത് കോൺഗ്രസ് അത്തരത്തിലൊരു നീക്കത്തിനില്ല എന്ന് ഷാഫി പറയെങ്കിൽ പോലും ഈ ഒരു പല ജില്ലകളിലും ഈ ഒരു വേണ്ടത്ര പരിഗണന ഇവരുടെ ഒരു സന്ദർശനവും മുൻകാലങ്ങളിൽ യൂത്ത് കോൺഗ്രസ് സാധാരണഗതിയിൽ ഇങ്ങനെ ചെയ്യാറില്ല, ഒരു പൊതു പ്രസ്താവന മാത്രം നടത്താറേ ഉള്ളൂ. പക്ഷെ ഇതിന് പകരം അവർ ഇത്തവണ ചെയ്തത് ഉമ്മൻചാണ്ടി, KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം പോയി കാണുന്നു. അതോടൊപ്പം അതാത് ജില്ലകളിലെ DCC നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഞങ്ങൾക്ക് ഇത്തവണ 40% പ്രാധാന്യം വേണം എന്നുള്ള പറയുന്നു. അത് ചില ജില്ലകൾ പരിഗണിച്ചു, മറ്റു ജില്ലകൾ വേണ്ടത്ര ഒരു പരിഗണനയും കൊടുത്തില്ല എന്നുള്ളതാണ് ഷാഫിയുടെ ഒരു പരാതി. ഏതായാലും പ്രസാദ് നന്ദി. ഇത് ഗോപി, ഷാഫി പരാതി പറയാനുള്ളൊരു മനസ്സ്, അല്ലെങ്കിൽ ആ ഒരു പ്രതിഷേധം, ആ ഒരു പരാതി പരസ്യമായി പറയാനുള്ളൊരു മനസ്സ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് ശ്രദ്ധേയമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും അവർക്ക് അർഹമായ പ്രാതിനിധ്യം, ഈ പറഞ്ഞ പോലെ അർഹമായ പ്രാതിനിധ്യം കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഏതായാലും നമുക്കിനി ശബ്ദ കോലാഹലത്തിലേക്ക് പോകാം. അതെ. സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖയുടെ ഉറവിടം കണ്ടെത്താൻ കേസെടുത്ത് അന്വേഷിക്കുന്നതിൽ പോലീസിൽ ആശയക്കുഴപ്പം. ശബ്ദരേഖ തന്റേതാണെന്ന സ്വപ്ന സമ്മതിച്ച സാഹചര്യത്തിൽ എങ്ങനെ കേസെടുക്കണമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അഡ്വക്കേറ്റ് ജനറലിൽ നിന്ന് ലഭിക്കുന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാവും തുടർ നടപടി. TG സജിത്താണ് ചേരുന്നത്. സജിത്ത്, എന്താണ് ഈ ആശയക്കുഴപ്പം? ഗോപി, ആശയക്കുഴപ്പം എന്ന് പറയുന്നത് സ്വപ്ന സുരേഷിൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്ത് പുറത്തു വന്ന അവരുടെ വോയിസ് റെക്കോർഡ് വ്യാജമാണെന്ന് സ്വപ്ന പറയുന്നില്ല. ഇത് തൻ്റെ ശബ്ദം തന്നെയാണ് എന്ന് സ്വപ്ന പറയുന്നു. അങ്ങനെയെങ്കിൽ അതിൻ്റെ അകത്ത് വ്യാജമായി നിർമ്മിച്ച എന്ന തരത്തിലൊരു നിയമലംഘനം കണ്ടെത്താൻ കഴിയില്ല. മറ്റൊന്നുള്ളത്,
ഇത് പുറത്തുവിട്ടതിൽ, അതായത് ഈ ശബ്ദരേഖ പരസ്യപ്പെടുത്തിയതിൽ സ്വപ്ന സുരേഷ് പരാതിയും ഉന്നയിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇതുമായി എങ്ങനെ കേസെടുത്ത് മുന്നോട്ട് പോകുമെന്നതാണ് പോലീസിനെ കുടിക്കുന്ന ഒരു പ്രശ്നം. മറ്റൊന്നുകൂടിയുണ്ട് ഒരു പ്രശ്നമായിട്ട് പോലീസിന് മുന്നിൽ വരുന്നത്. ഒന്ന്, DGP ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം. എവിടെ വെച്ച് റെക്കോർഡ് ചെയ്തു, ഏത് സാഹചര്യത്തിൽ റെക്കോർഡ് ചെയ്തു, എന്ന് റെക്കോർഡ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ജയിൽ DGP സംസ്ഥാന പോലീസിന് ഇന്നലെ തന്നെ ഒരു കത്ത് കൈമാറിയിരുന്നു. ഈ കത്ത് സംസ്ഥാന പോലീസിൻ്റെ പരിഗണനയിലുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സാഹചര്യത്തിൽ ഏത് തരത്തിൽ മുന്നോട്ട് പോകുമെന്നതാണ് അവരുടെ കുഴയ്ക്കുന്ന പ്രശ്നം. ഇതിൽ എന്തായാലും തുടർ നടപടിക്ക് തീരുമാനമെടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് അഡ്വക്കേറ്റ് ജനറലുടെ നിയമോപദേശം ഇക്കാര്യത്തിൽ ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയിലേക്ക് പോകാം. വളരെ കൃത്യമാണ് സൈത്ത് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ആദ്യത്തേതിൽ പരാതിയില്ല, അതുകൊണ്ട് എങ്ങനെ അന്വേഷിക്കുന്നത് ചോദ്യം. രണ്ടാമത്തെ DGP കൊടുത്ത കത്ത്. സൈത്ത് വളരെ വ്യക്തമല്ലേ, DGP അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു ആശയക്കുഴപ്പത്തിന്റെ കാര്യം വരുന്നത് അതെങ്ങനെയൊക്കെയാണ്? അതാണ് പ്രശ്നം. അതായത് സാധാരണ ഇത്തരം ശബ്ദലേഖനമൊക്കെ പുറത്തു വരുമ്പോൾ ഒരു പരാതിക്കാരി ഉണ്ടാവും. കാരണം തൻ്റെ പരാതി വ്യാജമായി നിർമ്മിച്ചെന്നോ അല്ലെങ്കിൽ തൻ്റെ അനുമതിയില്ലാതെ പരസ്യപ്പെടുത്തിയെന്നോ ഉള്ള പരാതി ഉന്നയിക്കപ്പെടാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പരാതിക്കാരി ഇല്ല എന്നതാണ് വസ്തുത. സ്വപ്ന സുരേഷ് തുറന്നു പറയുന്നത് തനിക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ട്, മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പേര് പരാമർശിക്കാൻ വലിയ സമ്മർദ്ദമുണ്ട് എന്നതാണ് പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ പരാതി ഇതൊരു പരാതിയായി അവർ ഉന്നയിക്കാൻ അവർ തയ്യാറായിട്ടുമില്ല. ഇന്നലെ അട്ടക്കുളങ്ങര ജയിലിലടക്കം ജയിലിലെ ഉന്നത ഉദ്യോഗസ്ഥർ, പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ പരിശോധനയ്ക്ക് എത്തിയിരുന്നു. പക്ഷേ അവർ ആ പരാതിയിൽ അത്തരമൊരു പരാതി അവർ ഉന്നയിക്കുന്നില്ല എന്നതാണ് പോലീസിനെ കുഴയ്ക്കുന്ന പ്രശ്നം. ഈ ഒരു ശബ്ദലേഖനം പുറത്തു വരുമ്പോൾ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടെങ്കിലും പോലീസിന് കേസെടുത്ത് മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെ നിയമപരമായ സാധുത, അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ഇതാണ് അവരെ കുഴയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഇത് ജയിലിനുള്ളിൽ വെച്ച് ലേഖനം റെക്കോർഡ് ചെയ്തതല്ല എന്നതാണ് പോലീസിൻ്റെ പ്രാഥമിക വിലയിരുത്തൽ. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് അറസ്റ്റിലായെന്ന ആദ്യഘട്ടങ്ങളിൽ എപ്പോഴോ റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു സംവിധാനം, ഒരു ശബ്ദലേഖനമായിട്ടാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ജയിലിനുള്ളിൽ അതിക്രമിച്ചു കയറി ഈ ശബ്ദലേഖനം നടത്തി എന്ന ഒരു ആരോപണത്തിലേക്കും കഴമ്പില്ല എന്നതാണ് പോലീസിനെ എത്തിക്കുന്ന കാര്യം. എന്തായാലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇനി ഇത് സംബന്ധിച്ച ഒരു പരിശോധന ഉണ്ടാവും. ഇന്ന് ഈ വിവാദവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഉണ്ടാകുന്നതും ഇത് സംബന്ധിച്ചായിരിക്കും. തീർച്ചയായും സജിത്ത് വരും ബുള്ളറ്റിനുകളിൽ അതിൻ്റെ വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് കരുതുകയാണ്. ഏതായാലും ശബ്ദവുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും എന്നും കേരള രാഷ്ട്രീയം ശബ്ദത്തിന് ചുറ്റുമായിരിക്കും എന്നാണ് നിർണായകമായ തീരുമാനം ഉണ്ടാകുന്ന സൈത്ത് പറയുന്നത്. അതെ. അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. മുഖ്യമന്ത്രിയെ കൊടുക്കാനും സർക്കാരിനെ അട്ടിമറിക്കാനും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളെ ഉപയോഗിക്കുന്നു എന്ന വിമർശനം ശക്തമായിരിക്കെ CPM-ൻ്റെയും CPI-യുടെ നേതൃയോഗങ്ങൾ ഇന്ന് ചേരും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും CPI സംസ്ഥാന എക്സിക്യൂട്ടീവുമാണ് ചേരുന്നത്. വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, രണ്ട് പ്രധാനപ്പെട്ട നേതൃയോഗങ്ങളെന്ന് ചേരുകയാണ്. രണ്ട് നേതൃയോഗങ്ങളിലും ഈ പറഞ്ഞതുപോലെ ശബ്ദവും അതുപോലെ തന്നെ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ മുഖ്യമന്ത്രി പറഞ്ഞ വട്ടമിട്ട് പറക്കലുമൊക്കെ ചർച്ചയാകുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും രണ്ട് നേതൃയോഗങ്ങളുടെയും പ്രധാന അജണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാണ്. പക്ഷേ ആ ഒരുക്കങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം ഇപ്പോൾ രണ്ടു പാർട്ടികൾക്കും മുന്നിലുള്ളത് സർക്കാരിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കലാണ്. ആ പ്രതിരോധം കൊണ്ട് മാത്രമേ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന് ഇരു പാർട്ടികളും തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള സ്വർണ്ണക്കടത്ത് വിവാദം, പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന സ്വപ്നയുടെ ശബ്ദരേഖ എന്ന് പറയുന്ന ആ രേഖ, അതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്നലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്ന് വിലയിരുത്തിയത് മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം എത്തിക്കാൻ, മുഖ്യമന്ത്രിയെ കൊടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നീക്കം. അതായത് സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളെ പ്രലോഭിപ്പിച്ചും സമ്മർദ്ദം ചെലുത്തിയും സർക്കാരിനെതിരെ കാര്യങ്ങൾ പറയിക്കാൻ, മുഖ്യമന്ത്രിക്കെതിരെ കാര്യങ്ങൾ തിരിച്ചുവിടാൻ അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നുവെന്ന ആരോപണം നേരത്തെ തന്നെ CPM ഉന്നയിച്ചതാണ്. അതിന് തെളിവായിട്ടാണ് സ്വപ്നയുടെ പേരിൽ പ്രചരിക്കുന്ന ശബ്ദരേഖയെ CPM വിലയിരുത്തുന്നത്. ഇക്കാര്യം ചർച്ചയും മറ്റൊന്ന് കിഫ്ബിയാണ്. കിഫ്ബി വിവാദത്തിന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും അതുപോലെ തന്നെ CPI-യുടെ എക്സിക്യൂട്ടീവ് യോഗവുമാണ് ഇന്നത്തേത്. കിഫ്ബി വിവാദം ഒരു അവസരമായി കൂടി മുന്നണി, പ്രത്യേകിച്ച് CPM-ഉം CPI-യും കാണുന്നു. ഇതുവരെ ചർച്ചയിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട, തെരഞ്ഞെടുപ്പിൽ വിധി നിർണ്ണയിക്കുമെന്ന പ്രതീക്ഷിക്കുന്ന അജണ്ട സ്വർണ്ണക്കടത്ത് വിവാദവും അതിനെ ചുറ്റിപ്പറ്റി ഉയർന്ന വിവാദങ്ങളുമാണ്. പക്ഷേ ഇപ്പോൾ വികസനം എന്ന അജണ്ടയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അതാണ് ഇടതുമുന്നണി ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് തന്നെ കിഫ്ബി വിവാദം CAG ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിനെതിരെയുള്ള കേന്ദ്ര നീക്കമായി തന്നെ ഇടതുമുന്നണി വിലയിരുത്തും. അതിനുവേണ്ട പ്രചരണ പരിപാടികൾക്കും
പ്രചരണ തന്ത്രങ്ങൾക്കും ഇരു പാർട്ടികളുടെ നേതൃയോഗം ഇന്ന് രൂപം നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഓക്കെ, അരുൺ, വരുന്ന ബുള്ളറ്റിനുകളിലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അരുൺ തരും. പ്രേക്ഷകർ കാരണം നമ്മൾ വളരെ പ്രാധാന്യത്തോടെ നോക്കുന്ന ഒരു വിഷയം അതുകൂടിയാണ്. മറ്റൊന്നുള്ളത് BJPയെ സംബന്ധിച്ചാണ്, എങ്ങനെ തീർക്കും ഈ തർക്കം? അതെ, അതല്ലേ ഒരു സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിലേക്ക് വലിയ നേട്ടം ഉണ്ടാക്കുമെന്ന് BJP നേതാക്കൾ ആവർത്തിച്ച് പറയുമ്പോഴും അവിടുത്തെ തർക്കം ഒരു വലിയ വിഷയം തന്നെയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് യോഗം ചേരാൻ പോകുന്നതൊക്കെ തോന്നുന്നുണ്ട്. ഏതായാലും ശോഭാ സുരേന്ദ്രൻ്റെ പരാതി ഒരു വശത്തുണ്ട്, തങ്ങളെ അവഗണിക്കുന്ന കൃഷ്ണദാസ് പക്ഷത്തിൻ്റെ പരാതി ഒരു വശത്തുണ്ട്. വലിയ പരാതി BJPയെ സംബന്ധിച്ച് സാധ്യത ഒരുപാടുള്ള കാലമാണ്. പക്ഷേ അവരുമുള്ള തർക്കം ആദ്യം തീർക്കണം എന്നുള്ളതാണ്. ഏതായാലും BJP സംസ്ഥാന നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയിൽ ഉണ്ടായ ഭിന്നത തീർക്കണമെന്ന കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് നേതൃയോഗം ചേരുന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള CP രാധാകൃഷ്ണൻ, കേന്ദ്രമന്ത്രി V മുരളീധരൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. എന്നാൽ നേതൃത്വവുമായി തെറ്റി നിൽക്കുന്ന ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന് വ്യക്തതയില്ല. ഇബ്രാഹിം കുഞ്ഞുമായി ബന്ധപ്പെട്ട വാർത്ത. അഴിമതി കേസിൽ അറസ്റ്റിലായ മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി വ്യക്തമാക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്ന വിജിലൻസ് കോടതി നിർദ്ദേശത്തിൽ തുടർ നടപടികൾ ഇന്നുണ്ടാകും. ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ ഉൾപ്പെടുന്ന മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനാണ് നിർദ്ദേശം. വിവരങ്ങളുമായി ഡാനിയാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ഡാനി, കോടതി ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ബോർഡ് ഉടൻ രൂപീകരിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വ്യക്തമാക്കണമെന്നും ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് റിപ്പോർട്ട് നൽകണം. എന്തായിരിക്കും ഇന്നത്തെ തുടർ നടപടികൾ? ലല്ലു, ഇതിൽ വിജിലൻസ് സംഘത്തോട്, അതായത് അവർ ആവശ്യപ്പെടുന്നത് ഏതെല്ലാം ഡോക്ടർമാർ ഉൾപ്പെടുന്ന ഒരു പാനൽ വേണം എന്നതാണ്. കാരണം വിജിലൻസ് പ്രാഥമികമായി തന്നെ അദ്ദേഹം ചികിത്സയിൽ കഴിഞ്ഞ സ്വകാര്യ ആശുപത്രിയിലെത്തി ഈ രോഗം സംബന്ധിച്ചും അതിന്റെ ചികിത്സ സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ പൂർണ്ണമായി തന്നെ തേടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓങ്കോളജി വകുപ്പിൽ നിന്നുള്ള ആരെങ്കിലും ആ രീതിയിൽ ഈ രോഗം വിലയിരുത്തി കൃത്യമായി അതിന്റെ ഒരു ചികിത്സാ രീതി എങ്ങനെയാണ്, അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടത് ഈ ചികിത്സാ സമ്പ്രദായങ്ങൾ തന്നെ മറ്റേതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലൂടെ നൽകാൻ കഴിയുമോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നും വിജിലൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇപ്പോഴുള്ള രോഗാവസ്ഥ എന്താണ്, അതിൻ്റെ ചികിത്സാ സമ്പ്രദായങ്ങൾ, രീതികൾ എങ്ങനെയാണ്, എങ്ങനെ മുന്നോട്ട് പോകും എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്താൻ കഴിയുന്ന ഡോക്ടർമാരുടെ ഒരു എക്സ്പെർട്ട് പാനൽ രൂപീകരിച്ചുകൊണ്ട് അവർ ഇബ്രാഹിം കുഞ്ഞിനെ ആശുപത്രിയിലെത്തി സന്ദർശിക്കുകയും ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് കോടതിക്ക് വസ്തുതാപരമായ ഒരു റിപ്പോർട്ട് നൽകുകയും വേണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ചൊവ്വാഴ്ച പരിഗണിക്കുന്നത്. അദ്ദേഹത്തിന്റെ കസ്റ്റഡി അപേക്ഷ വിജിലൻസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് 4 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയും കോടതിക്ക് മുൻപാകെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കസ്റ്റഡി അപേക്ഷ ഇരിക്കുമ്പോൾ ജാമ്യാപേക്ഷ പരിഗണിച്ച് പോകുന്ന രീതി ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഈ കസ്റ്റഡി അപേക്ഷയിൽ ആദ്യ തീരുമാനം വരണമെങ്കിൽ മെഡിക്കൽ ബോർഡിന്റെ അദ്ദേഹത്തിന്റെ രോഗാവസ്ഥ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, നിജസ്ഥിതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കോടതിക്ക് ബോധ്യമാകണം. അതുകൊണ്ടാണ് പാനൽ സംബന്ധിച്ച് ഇന്ന് കോടതിയെ അറിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന ബുള്ളറ്റിനുകളുണ്ടാകും. മെഡിക്കൽ ബോർഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ട നടപടികൾ നടക്കും. ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷയും വിജിലൻസിൻ്റെ കസ്റ്റഡി അപേക്ഷയും കോടതിക്ക് പരിഗണിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു കോടതി വാർത്തയിലേക്ക് തന്നെയാണ്. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ട് സർക്കാരും ഇരയായ നടിയും നൽകിയ ഹർജിയിൽ ഇന്ന് ഹൈക്കോടതി വിധി പറയും. വിചാരണ കോടതി പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നാണ് നടിയുടെയും സർക്കാരിൻ്റെയും പരാതി. നടിയെ ആക്രമിച്ച കേസിലെ ക്രോസ് വിസ്താരത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ വിചാരണ കോടതിയിൽ ലംഘിക്കപ്പെട്ടു എന്നാണ് സർക്കാർ ഉന്നയിച്ച പ്രധാന പരാതി. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് പരാതി നൽകിയെങ്കിലും കോടതി അത് പരിഗണിച്ചില്ല. പല ചോദ്യങ്ങളും ഇരയെ അപമാനിക്കുന്ന തരത്തിൽ ആയിരുന്നു. രഹസ്യ വിചാരണയുടെ അന്തസ്സത്ത തന്നെ തകർക്കുന്ന തരത്തിലായിരുന്നു പലപ്പോഴും വിചാരണ നടപടികൾ നടന്നത്. വിചാരണ കോടതി പ്രോസിക്യൂഷനോട് മുൻവിധിയോടെ പെരുമാറിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. വനിതാ ജഡ്ജി ആയിട്ട് പോലും ഇരയുടെ അവസ്ഥ മനസ്സിലാക്കിയില്ലെന്നും സംസ്ഥാന സർക്കാരും ഹൈക്കോടതിയെ അറിയിച്ചു. വനിതാ ജഡ്ജി വേണമെന്ന് നിർബന്ധമില്ലെന്നും മറ്റേതെങ്കിലും കോടതിയിലേക്ക് മാറ്റിയാൽ മതിയെന്നുമാണ് ഇപ്പോൾ സർക്കാർ നിലപാട്. തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതിഭാഗത്തുനിന്ന് ഉയർന്നപ്പോൾ കോടതി അതിനെ തടഞ്ഞില്ല എന്നും ഇരയും ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. 40ഓളം അഭിഭാഷകർക്ക് മുന്നിൽ വെച്ചാണ് ഇതെല്ലാം നടന്നത്. പലപ്പോഴും കോടതി മുറിയിൽ അപമാനത്താൽ കരയുന്ന സാഹചര്യം വരെ ഉണ്ടായെന്നും നടി ഹൈക്കോടതിയെ അറിയിച്ചു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇരയായ നടിയും സർക്കാരും വിചാരണ കോടതിക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. വിചാരണ കോടതി മാറ്റണമെന്ന നടിയുടെ ആവശ്യത്തിന്മേൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ന്യൂസ് 18 കൊച്ചി.
ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നടിയെ ആക്രമിച്ച കേസിലെ മാപ്പ് സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ സംഭവമുണ്ട്. ആ സംഭവത്തിൽ അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. കേസിൽ കെ ബി ഗണേഷ് കുമാർ MLA-യുടെ ഓഫീസ് സെക്രട്ടറി ബി പ്രദീപ് കുമാർ കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായിരുന്നു. കാഞ്ഞങ്ങാട് DYSP ഓഫീസിൽ 5 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് പ്രദീപ് കുമാർ മടങ്ങിയത്. മൊഴിയുടെ വിശദാംശങ്ങൾ ഇന്ന് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിക്കും. കേസിൽ കോടതി അനുവാദത്തോടെ മാത്രമേ പ്രദീപിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെയുള്ള സംഭവം ബംഗളൂരു ലഹരി മരുന്ന് കേസാണ്. അതിന്റെ ഡെവലപ്മെന്റ് കോടതിയും ജയിലുമാണ് മുഴുവൻ. അടുത്ത വാർത്തയിലേക്ക്. ബംഗളൂരു ലഹരിക്കടത്ത് കേസിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കസ്റ്റഡിയിൽ കഴിയുന്ന ബിനീഷ് കോടിയേരിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. അറസ്റ്റ് നടപടികൾ ഒഴിവാക്കാൻ കർണാടക ഹൈക്കോടതിയിൽ ബിനീഷ് സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കും. ബിനീഷിന് കസ്റ്റഡി കാലാവധി നീട്ടണമെന്ന ആവശ്യം NCB ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കസ്റ്റഡി നീട്ടാൻ അപേക്ഷ നൽകുന്നില്ലെങ്കിൽ ബിനീഷിനെ പരപ്പന അഗ്രഹാര ജയിലിൽ തിരിച്ചയക്കും. അതേസമയം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ബിനീഷിന്റെ ബെനാമി എന്ന് പറയപ്പെടുന്ന കാർ പാലസ് ഉടമ ലത്തീഫ് ഇന്ന് ED മുൻപാകെ ചോദ്യം ചെയ്യലിന് ഹാജരായേക്കും. ശബരിമല സന്നിധാനത്തെ പ്രധാന കാഴ്ചകളിലൊന്നാണ് ആഴി. ഭക്തരുടെ എണ്ണം കുറഞ്ഞതോടെ ആഴിയും അണഞ്ഞു. ഇതാണ് ആഴി. മണ്ഡല മകരവിളക്ക് കാലത്ത് അണയാതെ തെളിഞ്ഞു കത്തുന്ന കാഴ്ച. നെയ്ത്തേങ്ങയിൽ ഒരു പകുതി ഭക്തർ ഇവിടെ സമർപ്പിക്കുകയാണ് പതിവ്. ഇത്തവണയും വൃശ്ചിക തലേന്ന് തന്നെ ആഴിയിൽ ദീപം പകർന്നു. പക്ഷേ ഭക്തരുടെ ഒഴുക്ക് കുറഞ്ഞതോടെ ആഴി അണഞ്ഞു. ഇപ്പോൾ തുലാമാസ പൂജ വരെ ആണെങ്കിലും ആരും ഭക്തജനങ്ങൾ തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഴിയിൽ ഇപ്പോൾ നമ്മളൊരു 5-10 തേങ്ങ ഇട്ടെന്ന് വെച്ചിട്ട് ആഴി കത്തിക്കൊണ്ടിരിക്കത്തില്ല. അതിനാകുമ്പം ആയിരക്കണക്കിന് തേങ്ങ ഉണ്ടെങ്കിലേ ആഴി നമ്മൾ പഴയതുപോലെ പൊലിമയോടുകൂടെ കത്തുള്ളൂ. കുറച്ച് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ കെട്ടുപോകും. ആഴി അണഞ്ഞതോടെ പുതുജീവൻ വെച്ച ആൽമരമാണ് ഇന്ന് ഇവിടുത്തെ കാഴ്ച. ആഴിയിലെ തീപിടിച്ച് കരിഞ്ഞ ആൽമരം ഇന്ന് തളിർത്ത് നിൽക്കുകയാണ്. ക്യാമറമാൻ ഇമ്മാനുൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം. ആഴി അണയുമ്പോൾ ഒന്ന് എപ്പോഴും പറയല്ലോ, ഒന്നും നശിക്കുമ്പോൾ മറ്റൊന്ന് വളരെയാണെന്നൊക്കെ പറയുന്ന പോലെ. ഏതായാലും നമ്മൾ കഴിഞ്ഞ എല്ലാ എപ്പിസോഡിലും നമ്മളെ സൂചിപ്പിക്കും പോലെ ഇത് തീർത്ഥാടന കാലം എന്ന് പറഞ്ഞാൽ സംഗീത സാന്ദ്രം കൂടിയാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രതിഭകളുടെ മറ്റൊരു സംഗമത്തെക്കുറിച്ചാണ്. രവീന്ദ്രൻ മാസ്റ്റർ ഒപ്പം ഗിരീഷ് പുത്തഞ്ചേരിയും. രണ്ടുപേരും കൂടി ചേർന്നാൽ മലയാളിക്ക് ഇത്ര മനോഹരമായ ഓർമ്മ വേറെ ഉണ്ടാവില്ല. ഇനി ഇരുവരും കൂടി അയ്യപ്പ ഭക്തിഗാനത്തിനായി ഒരുമിച്ചാലോ? ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ 10 അയ്യപ്പ ഭക്തിഗാനങ്ങൾക്ക് ഈണമിട്ടിട്ടുണ്ട് രവീന്ദ്രൻ മാസ്റ്റർ. പാടിയത് S. ജാനകി മുതൽ മധു ബാലകൃഷ്ണൻ വരെയുള്ളവരും. ഇത് മാത്രമല്ല, രവീന്ദ്രൻ മാസ്റ്ററുടെ ശബരിമല ഗാനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കൂട്ടുകെട്ട് കൂടിയുണ്ട്. അത് S. രമേശൻ നായരുടെ 8 ഗാനങ്ങൾക്ക് നൽകിയ ഈണമാണ്. ആ 8 പാടിയത് പിന്നീട് ഹരിവരാസന പുരസ്കാരം നേടിയ ചിത്രയാണ്. രവീന്ദ്രൻ മാസ്റ്ററെക്കുറിച്ചുള്ള അധികമാർക്കും അറിയാത്ത അയ്യപ്പഗാന കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അദ്ദേഹം ഒരു അയ്യപ്പഗാനം സ്വന്തമായി പാടിയിട്ടുമുണ്ട്. ആ പാട്ടിൽ നിന്ന് തുടങ്ങാം. അയ്യപ്പനെക്കുറിച്ചുള്ള രവീന്ദ്ര സംഗീതം. ശബരിമാമലയ്ക്ക് ഹരിഹരസുതന അയ്യപ്പന്റെ പാട്ടുകൾ പാടി ശബരിമാമലയ്ക്ക് ഹരിഹരസുതന അയ്യപ്പന്റെ പാട്ടുകൾ പാടി ശരണമയ്യപ്പ സ്വാമി സദ്ഗുരുനാഥ തരണമടിയനവയമെന്നും ചിന്മയമൂർത്തി. ദേവസഭാതലത്തിൽ കേട്ടുപരിചിതമായ ആ ശബ്ദം. അയ്യപ്പനായി സംഗീതജ്ഞൻ സ്വയം ഏറ്റെടുത്ത് പാടുകയായിരുന്നു ഈ ഗാനം. കെട്ടും കെട്ടി ശബരിമലയ്ക്ക് മനസ്സുകൊണ്ട് നടത്തിയ യാത്ര. ശരണമയ്യപ്പ സ്വാമി സദ്ഗുരുനാഥ തരണമടിയനഭയമെന്നും ചിന്മയമൂർത്തേ. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഭാവഗാനങ്ങൾ നൽകിയ സംഗീതജ്ഞൻ.
അതുല്യമായ രാഗമികവുമായി ചിട്ടപ്പെടുത്തിയ 8 ഗാനങ്ങൾ. 8ഉം എഴുതിയത് രമേശൻ നായർ, എല്ലാം പാടിയത് KS ചിത്ര. ഉദയത്തിൻ ബാലകൻ എഴുന്നള്ളുന്നു, അയ്യപ്പ ഉഷസുകളം ബലവാതിൽ തുറന്നു, ഉദയത്തിൻ ബാലകൻ എഴുന്നള്ളുന്നു, കുളത്തൂപ്പുഴയുടെ പുണ്യമേ നീ എന്നിൽ കുളിർമഴ പെയ്തരുളുന്നു. തൃപ്പടി പാട്ടുകൾ എത്രയെത്ര കേട്ടിരിക്കുന്നു. പക്ഷേ രവീന്ദ്രൻ മാസ്റ്ററുടെ തൃപ്പടി ഗാനം സഞ്ചരിക്കുന്നത് മറ്റാരും പോകാത്ത വഴികളിലൂടെയാണ്. ഒന്നാം തൃപ്പടി ഓങ്കാരപ്പടി, രണ്ടാം തൃപ്പടി അദ്വൈതപ്പടി, മൂന്നാം തൃപ്പടി മൂലോകപ്പടി, അസ്ഥികൾ ഓടത്തണ്ടുകളാക്കി, ചിത്തങ്ങളെല്ലാം ചിരാതുകളാക്കി. തീർത്ഥാടനത്തിന് S രമേശൻ നായരുടെ വേറിട്ട വിവരണം. അസ്ഥികളോട് തണ്ടുകളാക്കി, ചിത്തങ്ങളെല്ലാം ചെരാതുകളാക്കി, ദുഃഖത്തിരി നീട്ടി മിഴിനീരാലെണ്ണ വീഴ്ത്തി, ഭവദുഃഖത്തിരി നീട്ടി മിഴിനീരാലെണ്ണ വീഴ്ത്തി. സിനിമയിൽ ഗിരീഷ് പുത്തഞ്ചേരിയും രവീന്ദ്രൻ മാസ്റ്ററും ഒന്നിച്ചപ്പോഴൊക്കെ സംഭവിച്ചത് മഹാത്ഭുതങ്ങളാണ്. ഭക്തിഗാന ശാഖയിലും അമൂല്യമായ കൂട്ടുകെട്ടാണ് ഇരുവരും ചേർന്ന് സൃഷ്ടിച്ചത്. അതിലൊന്ന് പാടിയത് S ജാനകി. സ്വാമിയെ വലം വെച്ചു വരുന്നൊരു കാറ്റിന്റെ സന്ധ്യാദീപത്തിൻ തിരിയണച്ചു, സംക്രമദീപത്തിൻ തിരിയണച്ചു, ഹൃദയം നൊന്തു ഞാൻ മീട്ടുന്ന തമ്പുരുവിൻ ശ്രുതിയുടെ കളഭം കവർന്നെടുത്തു, എന്റെ നാമജപത്തിന്റെ നടയടച്ചു. ശ്രീനിവാസ് പാടിയ പമ്പ, രവീന്ദ്രൻ മാസ്റ്ററുടെ ചടുലമായ താളവും പുത്തഞ്ചേരിയുടെ വാക്കുകളുടെ കൂട്ടപ്പെരുക്കവും, കുലം കുത്തിയൊഴുകുന്ന പമ്പ പോലൊരു ഗാനം. നദി വരനദി ഗുണനിധി ലംബോദരനിവനുടെ ജലനിധി സന്ധ്യാരുണ ചന്ദ്രോദയ ദീപാഞ്ജലി ശരണം, മൂകാജല മുനിജന ഭജനയിലാറാടിയ ഹരിഹര സുതനൊരു ശരണാഗതി പണിയുന്നൊരു ചരണാഞ്ജലി ശരണം. അംബാ നദി വരനദി ഗുണനിധി ലംബോദരനിവനുടെ ജലനിധി. ചന്ദനത്തിരി പോലെ സുഗന്ധവാഹിയാണ് രവീന്ദ്രഗീതങ്ങൾ എക്കാലത്ത്. ചന്ദനത്തിരി പോലെ കത്തും സൂര്യമണ്ഡലമേ, ഈ മണ്ഡപത്തിലിരുന്നു പാടുമുടുക്കു ഞാനല്ലോ, പമ്പയാറിനു മേലെ മിന്നുമൊരമ്പിളി കലയിൽ മൂവന്തി നീട്ടിയ ദേവഹംസ ധ്വനികൾ ഞാനല്ലോ, ചന്ദനത്തിരി പോലെ കത്തും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഈ മണ്ഡപത്തിലിരുന്നു പാടുമുടുക്കു ഞാനല്ലോ. ഭക്തിയിൽ നിന്നും ഇനിയൊന്ന് ഓർമ്മയിലേക്ക് പോകാൻ തോന്നുന്നു. എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കേരളവുമായി ബന്ധപ്പെട്ട് മറക്കാനാവാത്ത ഒരു സംഭവം ഇപ്പോഴും അതിനെ വക്രീകരിച്ച് അല്ലെങ്കിൽ അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമല്ല എന്നൊക്കെ പറയുന്ന ആളുകൾ പലരും ഉണ്ടെങ്കിൽ പോലും കേരളത്തെ സംബന്ധിച്ച്, കേരളവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദുരന്തമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും വലിയ മുറിപ്പാടിൻ്റെ വാർഷികമാണിന്ന്. വാഗൺ ട്രാജഡി. നമ്മുടെ ഈ മണ്ണിൽ അത് നടന്നത് കൃത്യം 99 വർഷം മുമ്പ് 1921 കേരളത്തിലാണ് നടന്നത് എന്ന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത അത്ര ക്രൂരത. നമ്മുടെ 3 തലമുറ മുൻപുണ്ടായിരുന്ന ചെറുപ്പക്കാരാണ്
ഒറ്റയടിക്ക് ഇല്ലാതായത്. വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷന് മുന്നിൽ ഷൊർണൂർ റെയിൽവേ ഗുഡ്സ് സൂപ്പർവൈസറായിരുന്ന KV രാമയ്യർ നൽകിയ ഒരു മൊഴിയുണ്ട്. ഷൊർണൂരിലെത്തിയപ്പോൾ ട്രെയിനിൻ്റെ വേഗം കുറച്ചു. എന്നിട്ട് പട്ടാളക്കാർ കല്ലെടുത്തെറിഞ്ഞു. പുറത്തുനിന്ന ജനത്തോടും വാഗണിലേക്ക് കല്ലെറിയാൻ ആവശ്യപ്പെട്ടു. അപ്പോഴും അകത്തുനിന്ന് ഉച്ചത്തിലുള്ള നിലവിളികൾ കേൾക്കാമായിരുന്നു എന്നാണ് ആ മൊഴി. കൊടും ക്രൂരന്മാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം. ചലച്ചിത്രത്തിൽ കാണിച്ചത് 1921 നവംബർ 20 നടന്നതിന്റെ ഒരു ഭാഗം മാത്രം. സിനിമയിൽ പറഞ്ഞതിന്റെ പല മടങ്ങുള്ള ക്രൂരതയാണ് ശരിക്കും നടന്നതെന്നാണ് പഴയ തലമുറ പിന്നീട് തിരുത്തിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായം തന്നെയാണ് വാഗൺ ട്രാജഡി. 1921 വള്ളുവനാട് ഏറനാട് താലൂക്കുകളിൽ നിന്നുള്ള ഈ കൊളോണിയൽ വൽക്കരണത്തിനെതിരെ നടന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായുള്ള ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടമായിരുന്നു 1921 നടന്നത്. പിന്നീട് അത് മലബാർ കലാപം എന്ന് ബ്രിട്ടീഷുകാർ തന്നെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന, ഇന്നും സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ് 1921 സമര പോരാട്ടം. ഇന്നും സ്വാതന്ത്ര്യ സമര ആ പോരാളികളുടെ പിൻതലമുറ തങ്ങൾ രാജ്യത്തിന് വേണ്ടി പോരാടിയിരുന്ന സ്വാതന്ത്ര്യ സമര പോരാളികളാണെന്ന് സ്ഥാപിക്കുവാൻ ഇന്നും ശ്രമം നടത്തുകയാണ്. ഈ 100-ാം വർഷത്തിൽ നിൽക്കുമ്പോഴും ഈ വാഗൺ ട്രാജഡി എന്നാണ് ഈ ഒരു ദുരന്ത സംഭവത്തെ പറയുന്നത്. കാരണം അന്നത്തെ സ്വാതന്ത്ര്യ സമര പോരാളികളെ ഇവിടുത്തെ ജയിലുകളെല്ലാം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹൈന്ദവരുമുണ്ട്, മുസ്ലിം സമര പോരാളികളുമുണ്ട്. വണ്ടി പോത്തന്നൂരിലെത്തിയപ്പോഴേക്കും പലരും മൃതപ്രായരായിരുന്നു, പരസ്പരം കടിച്ചു കീറി മൂത്രം കുടിച്ച് വല്ലാത്തൊരു കാഴ്ചയായിട്ട് അവർ ആ വാഗണിൽ അവിടെ അതേപോലെ വാതിലടച്ച് തിരിച്ച് തിരൂരിലേക്ക് തന്നെ, തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചയക്കുകയാണ്. മലബാറിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 100ഓളം സമരക്കാരെ കൊണ്ടുപോയത് 1921 നവംബർ 19 വൈകിട്ട് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട മദ്രാസ് മെയിലിൽ ഘടിപ്പിച്ച ചരക്ക് കമ്പാർട്ട്മെന്റിൽ കയറ്റി അവരെ അടച്ചുപൂട്ടി തമിഴ്നാട്ടിലേക്ക് അയച്ചു. പിറ്റേന്ന് രാവിലെ പാലക്കാട് നഗരത്തിനടുത്ത് പോത്തന്നൂരിൽ വെച്ചാണ് കമ്പാർട്ട്മെന്റ് തുറന്നത്. അപ്പോൾ കണ്ടത് പ്രാണവായുവും കുടിവെള്ളവും കിട്ടാതെ പരസ്പരം കടിച്ചു കീറിയ മനുഷ്യരെ. ചിലർ മരിച്ചു കഴിഞ്ഞിരുന്നു, മറ്റു ചിലർ മൃതപ്രായരും. 54 പേർ വാഗണിൽ തന്നെ മരിച്ചു കിടന്നു, 16 പേർ ആശുപത്രിയിൽ വെച്ചും. വാഗണിലെ നേർത്ത ദ്വാരങ്ങളിലൂടെ വരുന്ന നേർത്ത പ്രാണവായു ഊഴമിട്ടെടുത്താണ് ചിലർ ജീവൻ നിലനിർത്തിയത്. ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ കഴിഞ്ഞ വർഷമാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് മാപ്പ് പറഞ്ഞത്. അതിനേക്കാൾ മുമ്പ് മാപ്പ് പറയേണ്ട ഒരു ഹീനകൃത്യം തന്നെയായിരുന്നു കൊളോണിയൽ ഭരണകൂടം ഇവിടെ നടപ്പാക്കിയത്. ഇവിടെ തിരൂരിനെ ഇപ്പോൾ ഈ ചരിത്രം അരങ്ങേറിയ തിരൂരിൻ്റെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏക സ്മാരകം ഈ ഒരു വാഗണിൻ്റെ മാതൃക മാത്രമാണ് തിരൂർ ടൗൺ ഹാളിന് മുന്നിലുള്ളത്. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. രാജ്യത്തിന് വേണ്ടി പോരാടിയവരെ ഇന്നും ചരിത്രം മറന്നുകൊണ്ടിരിക്കുന്നു. പിൽക്കാലത്ത് വന്ന ചരിത്ര രചയിതാക്കൾ പോലും അതിൻ്റെ വേണ്ടത്ര പ്രാധാന്യം ഉൾക്കൊണ്ടില്ല. തിരൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും പള്ളികളോട് ചേർന്ന ഖബറിടങ്ങളിലാണ് ഇവരിൽ ഏറെയും പേരെ സംസ്കരിച്ചത്. മരിച്ചവരിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. ജീവൻ തിരിച്ചു കിട്ടിയവർ പിന്നീട് ഏറെക്കാലം ജയിലുകളിലും. ഇവർ പറഞ്ഞാണ് നടന്ന സംഭവങ്ങളുടെ ആഴവും വ്യാപ്തിയും മനുഷ്യത്വമില്ലായ്മയും ലോകമറിഞ്ഞത്. തിരൂർ ടൗൺ ഹാളിനോട് ചേർന്നുള്ള വാഗണിന്റെ രൂപമാതൃകയിലുള്ള നിർമ്മിതി മാത്രമാണ് ഇന്നുള്ള പ്രധാന സ്മാരകം. മലപ്പുറം ജില്ലയുടെ വിവിധയിടങ്ങളിലും വാഗൺ ട്രാജഡി ഓർമ്മ മന്ദിരങ്ങളുണ്ട്. 99 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു നവംബർ 20 എത്തുമ്പോഴും ആ സമരങ്ങളെ ചൊല്ലിയുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. സമരം നയിച്ച ആലി മുസ്ലിയാരും ചെമ്പ്രശ്ശേരി തങ്ങളും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ഒരുപോലെ വിമർശിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. തിരൂരിൽ നിന്നും ജിഷാദ് വളഞ്ചേരിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. വിനോദ വാർത്തകൾ നോക്കാം എന്ന് കരുതുന്നു. ഫെമിയാണ് എന്റർടൈൻമെന്റ് ന്യൂസുമായി ചേരുന്നത്. ഗുഡ് മോർണിംഗ് ഫെമി, എന്തൊക്കെയാണ് ഇന്ന് വിനോദ ലോകത്തെ വിശേഷങ്ങൾ? ഗുഡ് മോർണിംഗ് ലല്ലു, ഗുഡ് മോർണിംഗ് ഗോപി. ഇന്ന് വിനോദരംഗത്ത് നിന്നും ഉള്ള വാർത്തകൾ ഇതാണ്. പ്രഭാസ് നായകനാകുന്ന ഇതിഹാസ ചിത്രം ആദ്യ പുരുഷിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം ആഷിഖ് കപൂറിന്റെ പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമുണ്ട്. വിശദമായി തന്നെ കാണാം. ബോളിവുഡിലും മലയാളത്തിലും ക്യാമറ ചലിപ്പിച്ച സാനു ജോൺ വർഗീസ് സംവിധായകനാകുന്ന ആദ്യ സിനിമ പാലായിൽ ചിത്രീകരണം പുരോഗമിക്കുന്നു. ബിജു മേനോനും പാർവതി തിരുവോത്തും ഷറഫുദ്ദീനുമാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. ആഷിഖ് കപൂറിന്റെ OPM ഡ്രീം മില്ലും സന്തോഷ് കുരുവിളിയുടെ മൂൺഷോട്ട് എന്റർടൈൻമെന്റുമാണ് നിർമ്മാണം.
ഹലാൽ ലവ് സ്റ്റോറിക്ക് ശേഷം ആഷിഖ് അബു നിർമ്മാണ പങ്കാളിയാകുന്ന ചിത്രവുമാണ് ഇത്. പ്രഭാസ് നായകനാകുന്ന ഇതിഹാസ ചിത്രം ആദിപുരുഷിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. 2022 ഓഗസ്റ്റ് 11 ചിത്രം റിലീസ് ചെയ്യുക. ചിത്രത്തിന്റെ സംവിധായകൻ ഓം റൌഡ് ട്വിറ്ററിലൂടെയാണ് റിലീസ് തീയതി പ്രഖ്യാപിച്ചത്. പ്രഭാസ് നായകനാകുന്ന ചിത്രത്തിൽ സെയ്ഫ് അലി ഖാനും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. തെലുങ്കിന് പുറമെ ഹിന്ദിയിലും ചിത്രം ഒരുക്കുന്നുണ്ട്. പ്രഭാസിന്റെ ആദ്യ ബോളിവുഡ് ചിത്രം കൂടിയാകും ആദിപുരുഷ്. തമിഴ്, മലയാളം ഭാഷകളിൽ മൊഴിമാറ്റിയും ചിത്രം പുറത്തിറങ്ങും. സുശാന്ത് സിംഗ് രാജ്പൂത് കേസുമായി തന്റെ പേര് ബന്ധപ്പെടുത്തി അപവാദ പ്രചരണം നടത്തിയെന്നാരോപിച്ച് യൂട്യൂബർക്കെതിരെ 500 കോടിയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത നടൻ അക്ഷയ് കുമാർ. ബീഹാർ സ്വദേശിയായ റാഷിദ് സിദ്ദീഖി എന്ന യൂട്യൂബർക്കെതിരെയാണ് അക്ഷയ് കുമാർ പരാതി നൽകിയത്. റാഷിദിന്റെ FF ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിന് എതിരെ ശിവസേന ലീഗൽ സെല്ലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം പ്രചരിപ്പിക്കുന്ന ഹാർപിക് ന്യൂസ് 18 മിഷൻ പാനി കോൺക്ലേവിൽ മിഷൻ പാനി ആന്തം അവതരിപ്പിച്ച് AR റഹ്മാനും സംഘവും. चलो बदल दे ये कहानी कहानी बचा ले निशानी हम ऊंचे की धरती तब कहाँ थे हम नदी रो रही थी तब कहाँ है तुम. सोचो तो क्यों है आज सहम सहम पानी ये चुपचाप पानी क्यों. चलो बदल दे ये कहानी कहानी बचा ले निशानी हम पूछेगी धरती तब कहाँ थे तुम नदी रो रही थी तब कहाँ थे तुम स्वच्छता और पानी हमको बचानी है ये जिंदगानी. सोचो तो क्यों है आज सहम सहम पानी ये चुपचाप पानी क्यों. चलो बदल दे ये कहानी कहानी. തിരികെ ലല്ലുവിലേക്കും ഗോപിയിലേക്കും. അന്ന് ഈ ഫെബി ഏതായാലും ഗോപി നമുക്ക് ഒരു ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ചതാണ് നടി മമത മോഹൻദാസാണ്. മമതയെ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് സിനിമാ പ്രേമികളെ മലയാളികൾ ഉണ്ടാവില്ല. നമുക്കറിയാം ഒരു ഫൈറ്ററാണ് അല്ലേ, ജീവിതത്തിലും എല്ലാ അർത്ഥത്തിലും ഒരു ഫൈറ്ററാണ് മമത. ഏറ്റവും പുതിയ വിശേഷം കഴിഞ്ഞ ദിവസം മമത പങ്കുവച്ചിരുന്നു, നിർമ്മാതാവുകയാണ്. അതും ഒരു ചിരിപ്പടമായിരിക്കും എന്നാണ് മമത തന്നെ പറഞ്ഞിരിക്കുന്നത്. വെറുതെ ആവില്ല, നല്ല പഠിച്ചിട്ടാണ് ആവുന്നതെന്നാണ്. അതെ 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 അതെ, വെറുതെ അങ്ങേറി നിർമ്മാതാവുന്നതല്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, അപ്പോൾ അതിനു മുമ്പ് മമത ഒരു മ്യൂസിക് വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 തന്നെ മമത സംസാരിച്ചിരുന്നു. പ്രേക്ഷകർ ഇനി കാണുന്നത് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 മമത സംസാരിച്ച ആ ഇൻ്റർവ്യൂ ആണ്. ഒരു 5 മിനിറ്റ് അത് കണ്ടുവരാം. പ്രൊഡക്ഷനിലോട്ട് ഇറങ്ങാനുള്ള ഒരു ആദ്യത്തെ ഒരു തോട്ട് ഉണ്ടായത് വാസ് എ ഫ്യൂ ഇയേഴ്സ് അഗോ വെൻ ഐ watched the movie NH10 which was produced by Anushka Sharma and she was a producer for the film. അത് അവരുടെ ആദ്യത്തെ ഫിലിമായിരുന്നു. I would say that I was inspired. Okay, so ഒരു തോട്ടിൻ്റെ സീഡ് ആദ്യമായിട്ട് സോ ചെയ്ത ആ ഒരു സമയത്തായിരുന്നു. ഫോളോയിങ് ദാറ്റ് അത് ഞാൻ പിന്നെ അവിടെ വിട്ടു. 1 year ആഫ്റ്റർ ദാറ്റ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് US-ലുള്ള കുറച്ച് വേറെ പരിചയത്തിലുള്ള കുറച്ച് ഫ്രണ്ട്സ് ആസ്റ്റ് മീ യുനോ മമതയായിട്ടൊരു ജോയിൻറ്റ് വെഞ്ചർ പോലെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ നാട്ടിൽ. സോ ദേ ഫർദർ പ്രൊപ്പൽഡ് ദാറ്റ് തോട്ട്. പിന്നെ ഞാൻ വീണ്ടും അത് അവിടെ വിട്ടു. ലാസ്റ്റ് ഇയർ I'm already sleeping on this thought and thought, okay, isn't it too early? എനിക്ക് പഠിക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ആക്ടറായിട്ട് ഒരു സെക്യൂർ പൊസിഷനിൽ ഒരു സേഫ്
പൊസിഷനിൽ ഇരിക്കുന്നത് പോലെയല്ലല്ലോ ഒരു പ്രൊഡ്യൂസറിൻ്റെ ചുമതല ആൻഡ് ദ കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി ദാറ്റ് ഹി നീഡ്സ് ടു ഷോൾഡർ. സോ ഇതൊക്കെ കുറച്ചും കൂടെ ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു സബ്കോൺഷ്യസ്ലി അൺനോയിങ്ലി ഞാൻ ഇതൊക്കെ യുനോ പഠിച്ചു വരുന്ന ഒരു ടൈമായിരുന്നു. പിന്നെ ഈ ബാനർ ലോഞ്ച് ചെയ്യണമല്ലോ. ബാനർ എങ്ങനെ ലോഞ്ച് ചെയ്യും? ഒരു കോണ്ടന്റ്, നല്ലൊരു കോണ്ടന്റ് നമ്മുടെ അടുത്തേക്ക് വന്നതാണ് സത്യം പറഞ്ഞാൽ. ദാറ്റ് ഈസ് ഹൗ ലോകമേ ഹാപ്പൻഡ്. ലോകമയുടെ വരികളും അത് റാൻഡമായിട്ട് ഷൂട്ട് ചെയ്ത ഏകലവ്യൻ്റെ ഒരു ക്ലിപ്പാണ് എൻ്റെ അടുത്ത് എത്തിയത് ത്രൂ മൈ പ്രൊഡക്ഷൻ പാർട്ട്ണർ നോയൽ ബെൻ. ലോകമയുടെ വരികൾ കേട്ടപ്പോൾ അതിൻ്റെ ക്ലീൻ എക്സിക്യൂഷൻ ഓഫ് റാപ്പ് വേർഡ്സ് ആൻഡ് റൈറ്റിംഗ് എക്സ്പ്രഷൻ, നോട്ട് എഗ്രസീവ് ബട്ട് എസേർട്ടീവ് ആയിട്ടുള്ള ഒരു റെബൽ പോയിട്രി, അത് കേട്ടപ്പോഴെനിക്ക് ഭയങ്കര അപ്പീലിംഗ് ആയിട്ട് തോന്നി. ആൻഡ് ഐ സെഡ് വൈ നോട്ട്, ലെറ്റ്സ് ജോയിൻ ഹാൻഡ്സ് വിത്ത് ഹിം. ആൻഡ് ഏതായാലും നമ്മുടെ ഡ്രീം ഇസ് ടു ഗിവ് ഓപ്പർച്യൂണിറ്റി ടു എ ലോട്ട് ഓഫ് ന്യൂ ടാലൻറ്റ്, അവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനും അവർക്ക് വേണ്ട രീതിയിലുള്ള റീച്ച് കിട്ടാനും ഒക്കെയാണെന്ന് വെച്ചാൽ വെറുതെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന റീച്ച് മാത്രമല്ലാതെ ഒരു മെയിൻ സ്ട്രീം പ്ലാറ്റ്ഫോമിൽ ഒരു വലിയ ലൊക്കേഷനിലും ഒരു ആക്ച്വൽ പ്രൊഡക്ഷൻ ലൊക്കേഷനിൽ നമ്മളിപ്പോൾ സിനിമയൊക്കെ ചെയ്യുന്നത് പോലെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹൗ ദാറ്റ് ടാലൻറ്റ് ഗ്രൂംസ് ഹിംസെൽഫ്, അത് വേറെ തന്നെ രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് ടു കോണ്ടന്റ് മേക്കിംഗ്. സോ we thought we'll make this a combined experience for both of us. That way I get to ഒരു റൈറ്റ് മെസ്സേജ് കൊടുക്കുന്ന ഒരു കോണ്ടന്റിലൂടെ we can launch our production house എന്നും എനിക്കൊരു നല്ലൊരു തോട്ടായിട്ട് തോന്നി. അങ്ങനെയാണ് ലോകമേ സംഭവിച്ചതും ആ സോങ് നമ്മുടെ പ്രൊഡക്ഷൻ ലോഞ്ചിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തത്. അടുത്ത പ്രൊജക്റ്റുകളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പോസ്റ്റ് ലോക്ക്ഡൗൺ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഫിലിം വളരെ ആപ്റ്റായിട്ടുള്ള പേരാണ് അൺലോക്ക് എന്നാണ് സിനിമയുടെ പേര്. ഞാനും ചെമ്പനും കൂടെ ഫസ്റ്റ് ടൈം ഒന്നിച്ചിരിക്കുകയാണ് ഫോർ ദിസ് പ്രോജക്റ്റ്. സോഹൻ സീനുലാലാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കോണ്ടന്റിലും ഒരു പാൻഡമിക്കിന് ശേഷം ഒരു റീ ഓപ്പണിംഗ് എന്ന് വേണമെങ്കിൽ പറയാം, റീ ഓപ്പൺ ചെയ്യാൻ പറ്റിയ ഒരു വളരെ ആപ്റ്റ് ചാപ്റ്ററായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ അൺലോക്കിൻ്റെ സ്ക്രിപ്റ്റായിട്ട് എനിക്ക് ഒരു അടുപ്പം ഫീൽ ചെയ്തതും ഞാനത് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ആൻഡ് ഇൻ എ വെരി ഷോർട്ട് നോട്ടീസ് ദ പ്രോജക്റ്റ് വാസ് ഡിസൈഡഡ് ഓൺ. ഈ പ്രോജക്റ്റ് കഴിഞ്ഞ് ഞാൻ സൈൻ ചെയ്തിരിക്കുന്നത് പ്രജീഷ് ക്യാപ്റ്റൻ എന്ന ഫിലിമും ഇപ്പം വെള്ളം എന്നുള്ള ഫിലിം ജയസൂര്യയായിട്ട് ചെയ്തിരിക്കുന്ന പ്രജീഷാണ്. അടുത്ത ജയസൂര്യ ഫിലിം ആണ് ഞാൻ സൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് the working title of the film is മേരി ആവാസ് സുനോ. ആ ഫിലിമാണ് അടുത്തത്. ദ ഫിലിം ആഫ്റ്റർ ദാറ്റ് ഈസ് ഞാൻ ലാൽജോ സാറായിട്ട് ആദ്യമായി വർക്ക് ചെയ്യുന്നു. സൗബിൻ്റെ കൂടെയും ആസ് മൈ കോ ആക്ടർ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനത് പറയാൻ കാരണം സൗബൻ ആൻഡ് ഐ ഹാവ് വർക്ക് ടുഗെദർ. ഹി വാസ് ഇൻ ദ ടെക്നിക്കൽ ടീം ഫോർ അൻവർ. അപ്പം അങ്ങനെ ഒരു പരിചയമുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് വി ആർ ഫ്രണ്ട്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ രവി കെ ചന്ദ്രൻ സാർ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഹിന്ദി ഫിലിമിൽ റീമേക്ക് ചെയ്യുന്നുണ്ട് ഞാനും പൃഥ്വിയും കൂടെ. അന്ധാധുനൻ്റെ റീമേക്കാണ്. സോ അങ്ങനെ ഒരുപാട് സിനിമകൾ എനിക്ക് ചെയ്യാനുണ്ട് ആസ് എൻ ആക്ടർ. പ്രൊഡക്ഷൻ പരമായിട്ട് നമ്മളിപ്പോൾ പോസ്റ്റ് കോവിഡ് ടൈം ആയതുകൊണ്ട് ഐ എം റിയലി ട്രൈങ് ടു പിക്ക് വിച്ച് ഇസ് ദ റൈറ്റ് സ്ക്രിപ്റ്റ് ദാറ്റ് വി വോണ്ട് ടു ബി വർക്കിംഗ് ഓൺ. തിയേറ്ററെല്ലാം ഇപ്പം തുറക്കും എന്ന് കേൾക്കുന്നു 50% കപ്പാസിറ്റിയിൽ. ദാറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി വെരി വയബിൾ ഫോർ എ ന്യൂ പ്രൊഡക്ഷൻ ഹൗസ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒന്ന് ആലോചിച്ചും കണ്ടു നോക്കിയൊക്കെ ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റ് ചെയ്യുള്ളൂ. പക്ഷേ കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. ഒരു ചിരിപ്പിക്കാനുള്ള ഒരു സിനിമ ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ ഹോപ്പ്ഫുള്ളി പോസ്റ്റ് കോവിഡ് ടൈം ആയതുകൊണ്ട് ഐ മൈറ്റ് പിക്ക് സംതിങ് വിച്ച് ഈസ് മോർ ഓഫ് എൻ എൻ്റർടൈനർ. സോ നമ്മളിപ്പോൾ അത് ഫൈനലൈസ് ചെയ്യുന്നേ ഉള്ളൂ പ്രോജക്റ്റ് ഏതാണെന്ന്. ഏതായാലും ലോകമയ്ക്കും അൺലോക്കിനും ഇവ പറഞ്ഞ പുതിയ സംരംഭങ്ങൾക്കുമെല്ലാം ആശംസകൾ മുണ്ടാം. നമുക്ക് അടുത്തൊരു രസകരമായ ഒരു സംഭവത്തിലേക്ക് പോകാം അല്ലേ? യെസ്. ഒരു തുള്ളി കള്ള് പോലും കൈകൊണ്ട് തൊടാതെ കള്ള് വിൽപ്പന നടത്തുന്ന കള്ള് ഷാപ്പ് ഇനി കാണാം. അപ്പോൾ നമ്മൾ ചോദിക്കും, ബാക്കി എല്ലാ ഷാപ്പിലും കൈകൊണ്ട് തൊട്ടിട്ടാണ് കള്ള് കൊടുക്കുന്നത്. അങ്ങനെയല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത. തൃശ്ശൂർ പുഴുവിലാണ് ഈ കള്ള് ഷാപ്പ് ഉള്ളത്. പഴുവിലാണ് കള്ള് ഷാപ്പ് ഉള്ളത്. ഒരു തുള്ളി കള്ള് പോലും കൈകൊണ്ട് തൊടില്ല. പുതുവർഷത്തിലെ ഏതെങ്കിലും മദ്യപാനിയുടെ പ്രഖ്യാപനമല്ല ഇത്.
ഒരു തുള്ളി കള്ള് പോലും തൊടാതെ കള്ള് വിൽപ്പന നടത്തുന്ന ഒരു കള്ള് ഷാപ്പിന്റെ ഈ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ബോഡി കോണ്ടാക്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുനിൽ പൈപ്പും കൂടി സെറ്റ് ചെയ്തിട്ട് ഈ പൈപ്പിൽ കൂടെ കള്ള് പിടിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ചെയ്തത്. പിന്നെ സാമൂഹിക അകലം പാലിക്കാൻ വേണ്ടിയിട്ട് വൃത്തം വരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ തിരക്ക് വരുമ്പോൾ ക്യൂവിൽ കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് നിന്നോളും. കള്ളു ഷാപ്പിലെ ഈ പരിഷ്കാരത്തോട് മദ്യപിക്കാൻ എത്തുന്നവരും പൊരുത്തപ്പെട്ടിരിക്കുന്നു. കള്ള് വാങ്ങാൻ വരുന്നവർ നൽകുന്ന പണം ചെറിയ പാത്രത്തിൽ വയ്ക്കും. പിന്നീട് ഗ്ലൗസ് ധരിച്ച ജീവനക്കാർ സാനിറ്റൈസ് ചെയ്താണ് പണം എടുക്കുന്നതും. ന്യൂസ് 18 തൃശൂർ.